ഒരു വീട്ടില് രാവിലെ തന്നെ ഭർത്താവ് എണീറ്റ് കഴിഞ്ഞാൽ മനോരമ പേപ്പറാ വീട്ടിൽ വരുന്നത്, അത് പൂജാമുറി കൊണ്ടുവയ്ക്കും. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്ത് മൂഢത്തര കാണിക്കുന്നത്, ആരാ മനോരമ? അപ്പൊ പറഞ്ഞു, അങ്ങനെ ഒരു മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അത്രേ, ഭഗവാന് അതായാലും മതിയെന്ന്. ഏത്? ഈ വിഷ്ണു സഹസ്രനാമത്തിൽ ഇങ്ങനെ ഒരു ശ്ലോകമുണ്ട്, ഈ മൂഢൻ മനസ്സിലാക്കി നോക്ക് നിങ്ങൾ. അവിടെ ഒരു മന്ത്രമുണ്ട്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേന്ന്. സഹസ്രനാമതുല്യം രാമനാമം. ഈ പൊട്ട വിചാരിച്ചിരിക്കണം എന്താണ്, നാമം ചൊല്ലുന്നതിന് പകരം ഈ മനോരമ കൊണ്ടുവച്ചാൽ മതി എന്നാണ്. ഇവന് വല്ല അറിയോ വിവരം? ഇവിടെ ഈ മനോരമ എന്ന് പറയുന്നത് പരമശിവൻ ആരെ വിളിക്കുക? പാർവതിയെ വിളിച്ച പേരാ, അല്ലാതെ മറ്റേ മാമൻ മാത്യുവിന്റെ മാപ്പിളയുടെ പത്രത്തിനെ വിളിച്ച പേരല്ല അത്. മനസ്സിലായില്ലേ? രമേ രാമേ മനോരമേ എന്ന് സ്നേഹത്തിൽ വിളിച്ചാണ്. അപ്പോ എന്ന് പറഞ്ഞ് പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്ന ന്യൂസ് പേപ്പറാണോ? അങ്ങനെ അർത്ഥം എടുക്കരുത്. ഭഗവാൻ ഒരു ഇലയായാലും മതി. അപ്പൊ എന്താ ഈ തുളസി ഇലക്ക് അങ്ങനെ ഭഗവാൻ പറയാൻ കാരണം? ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ളത് സത്യത്തിൽ ഈ കുട്ടികളെ കണ്ടല്ലോ, രാവിലെ നമുക്ക് ആ സംസ്കാരമൊക്കെ നീ തിരിച്ചു കൊണ്ടുവരണം. വീടുകളിലൊക്കെ ഒരു തുളസിത്തറ, അല്ലെങ്കിൽ തുളസിത്തറയൊന്നും നീ ഉണ്ടാവില്ല. നമ്മളെ തറകളായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് തറ വെക്കാനാണ് നീ? കാരണം ഇനിയിപ്പോ കാറ് വളയ്ക്കാനും കാറ് തിരിക്കാനൊന്നും തറ വെച്ചാൽ പറ്റില്ല. കാറാണ് ഇപ്പൊ ഏറ്റവും വലിയ സൗകര്യം. പുറത്ത് കാറും അകത്ത് അഹങ്കാരം, 2 കാറായിട്ടാണ് നടക്കണം ഇപ്പൊ നമ്മള്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് തറയൊന്നും ഉണ്ടാവില്ല. അപ്പോ ചട്ടിയിൽ വെക്കാലോ, അല്ലേ? ഇപ്പൊ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അതിനൊക്കെ വെള്ളം ഒഴിപ്പിച്ച് ശീലം ഉണ്ടാക്കണം. കാരണം ഈ തുളസി ചെടിയിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനൊക്കെ നമ്മളിൽ ഇമ്മ്യൂണിറ്റി വളരെയധികം വർദ്ധിപ്പിക്കും. തുളസിക്ക് അത്രയും പവറാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഇപ്പോഴത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന് ഗുൾട്ടർ, അങ്ങനെന്താണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി സാർ പേരിട്ടത് തുളസി എന്നാണ്. അദ്ദേഹത്തിന് ഒരു തുളസിയാണ് കൊടുത്തത്. എന്നിട്ട് ആ തുളസിയുടെ മഹത്വമൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം തുളസി ഇവിടുന്ന് കൊണ്ടുപോയി, കുറെ വിത്തൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട്. അപ്പൊ ഈ തുളസിക്ക് അത്രയും പ്രാധാന്യം. കാനഡയിലെ വാൻകൂവർ എന്ന് പറയുന്നൊരു സ്ഥലം, കാനഡ എന്ന് പറഞ്ഞാൽ പൊതുവെ തണുപ്പാണ്, അത് ബ്രിട്ടീഷ് കൊളംബിയയിൽ. അവിടെ ഒരു മലയാളി ഡോക്ടർ, അദ്ദേഹം തൃശ്ശൂർക്കാരനായിരുന്നു, പക്ഷെ ഇവിടുത്തുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹം പിന്നീട് അവിടെ പഠിച്ച് അവിടുത്തെ കാര്യ കല്യാണമൊക്കെ കഴിച്ച് അദ്ദേഹം ഒരു സുന്ദരമായ തുളസി വനമുണ്ടാക്കി, വൃന്ദാവനം. എന്നിട്ട് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ച് എത്ര ആളുകൾ അത് കാണാൻ വരിക അറിയോ, അതിനെ പ്രദക്ഷിണം വെക്കാനായിട്ട്. അപ്പൊ അത്ര ഒരു അതിന് മുകളില് ഷീറ്റൊക്കെ കെട്ടി, തണുപ്പ് വന്നാൽ അതിനെ ചൂട് കൊടുത്തും, ഓവർ ചൂട് കാലത്ത് അതിനെ ചൂട് കൊള്ളാതെ നശിക്കാതിരിക്കാനൊക്കെ ഉള്ള പ്രൊട്ടക്ഷനൊക്കെ ചെയ്തിട്ട് ഒരു തുളസി കാട് തന്നെ അദ്ദേഹം അവിടെ സൃഷ്ടിച്ചു. ഒരു മേബി ഒരു 1/2 ഏക്കറോളം സ്ഥലത്ത് ഒരു നല്ല സുന്ദരമായ ഒരു സ്ഥലം. അപ്പോ ആ സംസ്കാരത്തോട് ജനങ്ങൾക്ക് ഭയങ്കര ഒരു ആദരവും ബഹുമാനവും. ഇപ്പൊ ഞാനിത് പറയാൻ കാരണം വെച്ചാല്, പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ എന്തുണ്ടാവും? ഈ തുളസിയിൽ നിന്ന് വരുന്ന ഓക്സിജൻ അത്രയും പ്യുവറാണത്. അതുകൊണ്ടാണ് ഒരു തുളസി ഇലയ്ക്ക് തുല്യമാണ് കൃഷ്ണൻ. നിങ്ങൾക്ക് ആ കഥ അറിയാലോ. കൃഷ്ണനെ സത്യഭാമാദേവി എന്ത് ചെയ്തു? തുലാഭാരം തൂക്കുന്ന സമയത്ത് എത്ര സ്വർണ്ണം ഇട്ടാലും ആ തുലാഭാരത്തിൽ കൃഷ്ണൻ താഴ്ന്നിരിക്കുകയാണ്. തുലാഭാര തട്ട് താഴണ്ടേ, കൃഷ്ണൻ പൊങ്ങണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഈ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ തുലാഭാരം ഉണ്ടാവും. പണ്ടൊരു തുലാഭാരം നടത്തുകയാണ്. ഒരു മെലിഞ്ഞ മനുഷ്യനെ തുലാഭാരം തൂക്കുകയാണ്. ഇവര് പഞ്ചസാര ഇട്ട് അയാൾക്ക് ആകെ 25 കിലോ വേണ്ടു. 40 ഇട്ടിട്ടും അയാൾക്ക് ഒരു കുലുക്കല്ല, 50 വെച്ചിട്ടും കുലുക്കല്ല, 70 വെച്ചിട്ടും കുലുക്കല്ല. പിന്നെയാ മനസ്സിലായത് ഈ കണ്ണി കുരുങ്ങി കിടക്കുകയാണെന്ന്. ആ കണ്ണി ശരിയാക്കിയപ്പോൾ പിന്നെ ഞാൻ പറയേണ്ടത് എന്താ ഉണ്ടാവുക എന്നുള്ളത്, ഇയാളെ ഇങ്ങോട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഇത്രയും സ്വർണം വെച്ചിട്ട് ഒരു ഇളക്കുണ്ടായില്ല. അവസാനം അതെല്ലാം അങ്ങോട്ട് മാറ്റി അവിടെ ഒരു ഇല രുക്മിണീ ദേവി വെച്ചപ്പോഴാണ് കൃഷ്ണന്റെ ഭാരവും ഈ തുളസിയും ഒന്നായത്. അതായത് ഭഗവാന് തുല്യമായിട്ടുള്ള നമുക്ക് ജീവനം തരാൻ സാധിക്കുന്ന അത്ഭുതകരമായ ചെടിയാണ് ഇത് തുളസി. അപ്പൊ ആ തുളസിക്ക്
നമ്മുടെ വീട്ടിലെ ഒരു ചട്ടിയിലൊക്കെ വെച്ച് അതിനെ ഒന്ന് പ്രദക്ഷിണം വെച്ച് ആ സംസ്കാരം നമുക്ക് ക്രമേണ കൊണ്ടുവരണം. കുട്ടികൾക്കും തുളസിയുമായിട്ടുള്ളൊരു ബന്ധം. എന്താന്ന് വെച്ചാൽ വീടിനകത്ത് നിങ്ങൾക്കതൊക്കെ മനസ്സിലാവുണ്ടോ അറിയില്ല, എല്ലാ വാതിലും ജനവാതിലും കൊട്ടിയടച്ച് ഉള്ള ഗ്യാസും കത്തിച്ചു കഴിഞ്ഞാൽ വീടിനകത്തുള്ള ഓക്സിജന്റെ അളവ് വളരെ കുറയും. അപ്പം ബ്ലഡിലേക്ക് കണ്ടമാനം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അംശം കൂടിക്കഴിഞ്ഞാൽ അതിന് പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന പുതിയ സെല്ലുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇൻഫെക്ഷൻ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫെക്റ്റഡ് സെല്ലാണ് പിന്നെ ഇൻഫെക്ഷ്യസ് ആയി സ്പ്രെഡ് ചെയ്ത് ക്രമേണ ക്യാൻസറസ് സെല്ലുകളായി മാറുന്നത്. അപ്പൊ ഇതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ബ്ലഡിൽ വേണ്ടത്ര എന്ത് വേണം? ഓക്സിജന്റെ അളവുണ്ടാവണം. അത് തുളസി എന്ന് പറയുന്ന ഈ ചെടിയിലൂടെ നമുക്ക് കിട്ടും എന്നതുകൊണ്ടാണ് പണ്ടുള്ളവര് വീടിന്റെ മുന്നിൽ ഒരു തറയുണ്ടാക്കി അതിലെന്ത് വെച്ചത്? പക്ഷേ നമ്മൾ കാറ് മേടിച്ചപ്പോൾ അതെടുത്ത് കളഞ്ഞു. ഇപ്പൊ നമുക്ക് തുളസി എന്നൊക്കെ പറയുന്നത് ഇന്ന് വീടുകളിലൊക്കെ അന്യമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എന്ത് തുളസി? ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനോടൊരു സമ്പർക്കം പുലർത്തുന്നവർ വളരെ മുതിർന്നവര് വേണം ഈ തുളസിക്ക് അടുത്ത് പോയി അതിന് ഒരു എന്താ പറയുക വെള്ളം ഒഴിക്കാനും കുട്ടികളെ ഒന്ന് അതിനു ചുറ്റും ഒരു പ്രദക്ഷിണം വെക്കാനൊക്കെ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കണം. വെക്കട്ടെ. അപ്പോ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിഭൃതം അസ്നാമി പ്രയതാത്മന. ഇതൊക്കെ വളരെ ശരിക്കും ശാസ്ത്രീയമായിട്ട് പഠിക്കാനുണ്ട്. ഈ പുഷ്പം, ഭഗവാന് വേണ്ടുന്ന പുഷ്പങ്ങൾ എന്താണ്, ഇതെല്ലാം ഇന്ന് നമുക്ക് ഒരു ബോധം ഉണ്ടാവണം. നിങ്ങൾ അടുത്ത കാലത്തെങ്ങാനും വായിച്ചു അറിയില്ലേ, ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഉപയോഗിക്കുന്ന പൂക്കൾ വളരെ വിഷാംശമുള്ളതാണെന്നുള്ള ഒരു തമിഴ്നാട്ടിൽ വരുന്ന പൂക്കളൊക്കെ വായിച്ചിരുന്നോ പത്രത്തില്? വലിയ അപകടം. അതൊക്കെ മണത്ത് കഴിഞ്ഞാൽ തന്നെ കെമിക്കലാണ് അതിൻ്റെ അകത്ത്. അപ്പോ നമുക്ക് വീടുകളിൽ തന്നെ ഒരു കാലത്തൊക്കെ വീടുകളിൽ നിന്നായിരുന്നു ഇവിടെ പൂക്കൾ കൊണ്ടുവന്നിരുന്നത്. പക്ഷെ പിൽക്കാലത്ത് ആ സംസ്കാരങ്ങളൊക്കെ മാറി. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇപ്പൊ തമിഴ്നാട്ടുകാർ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലെ തുളസി തന്നെ എത്ര സത്യമാണ് നല്ലതാണെന്നുള്ളത് ഒരു പിടിയില്ല. മനസ്സിലായില്ലേ? കാലം മാറിയപ്പോൾ എല്ലാം മാറി. അവിടെ പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേവസ്വം കൊടുക്കുന്നതല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ അത്ര വളരെ ഒരു അപകടകരമായ കാര്യമാണ് നമ്മുടെ ഹിന്ദു സംസ്കാരം. ഇവിടെ ഒരു കാര്യം കൂടി ഓർക്കേണ്ടത് ഈ ഒരു സന്ദർഭത്തിൽ പറയണം. ഇപ്പൊ വീടുകളിൽ വെക്കാൻ പാടില്ലാത്ത പൂക്കളുണ്ട്. അതായത് പോളൻ എന്ന് പറയും. നിങ്ങൾക്ക് അറിയില്ല, ചില വെളുത്ത പൊടി ഉണ്ടാക്കുന്ന ചില പൂക്കളുണ്ട്. ഈ പോളൻ പ്രൊഡ്യൂസ്, ഇപ്പൊ ഉദാഹരണത്തിന് ബോഗൻവില്ല, അതിൽ നിന്നൊരു വെളുത്ത പൗഡർ വരും. കണ്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതൊന്നും വീടിൻ്റെ ചേർത്ത് വെക്കരുതെന്നാണ്. കാരണം ഈ പോളൻ അന്തരീക്ഷത്തിൽ വന്നാൽ അത് ശ്വാസത്തിലൂടെ കയറിക്കഴിഞ്ഞാൽ ജന്മം പിന്നെ ആസ്മ ഒരിക്കലും പോവില്ല. ഇന്ന് കുട്ടികളിലൊക്കെ ഉള്ള അലർജി പണ്ടത്തേക്കാൾ അലർജിക്കാണ് ഇന്നത്തെ കുട്ടികൾ. എന്തു തൊട്ടാലും അലർജിയാണ്. നിങ്ങൾ അറിയില്ല, ഈ അമേരിക്കൻ നാടുകളിലൊക്കെ പാൽ അലർജിയുള്ള കുട്ടികളുണ്ട്. ഇവിടെ ഇപ്പൊ കുട്ടികൾക്ക് അലർജി ആയി തുടങ്ങി. അതുപോലെ തന്നെ നിലക്കടൽ അലർജി ഉള്ളവർ കേട്ടിട്ടുണ്ടോ? അതൊക്കെ ചില കുട്ടികൾക്ക് പെട്ടെന്ന് ബോഡിയിൽ അതിന്റെ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. ഭയങ്കരമായിട്ട് ബോഡി അങ്ങോട്ട് മാറിക്കളയും, ചുവപ്പൊക്കെ വരും കുട്ടികൾക്ക്. ഇതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ സെൽഫ് ഇമ്മ്യൂൺ സിസ്റ്റം ശരീരത്തിൽ നിന്നും പോയി കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ വായിക്കുന്നുണ്ടോ അറിയില്ല പത്രങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ ഈ കോവിഡ് വാക്സിനേഷൻ എടുത്തപ്പോണ്ടല്ലോ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലഘട്ടമെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ ഈ വാക്സിനേഷൻ എടുത്തപ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയാലുള്ള പ്രതിരോധം നമ്മളിൽ നിന്നും പോയി. ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റിയിലാണ് ബോഡി നിൽക്കുന്നതെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വല്ല വൈറസും വന്നാൽ അതിനെ താങ്ങാൻ നമ്മുടെ സിസ്റ്റത്തിന് സാധിക്കില്ല എന്ന്. അപ്പൊ നമ്മൾ ഇപ്പോഴേ നമ്മുടെ കുട്ടികളെയൊക്കെ ശരിക്കും ഒരു നാച്ചുറൽ ഒരു ഇതിലേക്കൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ ഒരു ലോകത്തിലുള്ള സമൂഹത്തിന് തുടച്ചു നീക്കാൻ പറ്റുന്ന വൈറസുകൾ വരുന്ന, പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കൊക്കെ കാലം പോയി കളയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ അതിനൊക്കെയുള്ളൊരു തയ്യാറെടുപ്പുകളൊക്കെ വേണം എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഈ ചുക്ക് കാപ്പി സംസ്കാരങ്ങളും കട്ടൻ കാപ്പി സംസ്കാരം, ഈ പാല് ക്രമേണ എനിക്ക് പറയാനുള്ളത് ഈ മിൽമ എന്നുള്ള ഭാഗം കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം അതൊട്ടും നല്ലതല്ല, ഒരു പാലല്ല അത്. മനസ്സിലാവില്ല. അത് ആരോ കഴിഞ്ഞ ദിവസം പറയുന്നു 3 ദിവസം കഴിഞ്ഞാലും കേടുവരില്ല എത്രയാ പാല്.
ഇപ്പൊ സാധാരണ പാൽ കുറച്ചു കഴിഞ്ഞാൽ കേടുവരും. ഇത് കേടുവരാത്ത പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിലെന്തോ അപകടം പിടിച്ച സാധനങ്ങൾ ഉണ്ടെന്ന്. ആരോ ഇവിടെ തന്നെയാണ് എന്നോട് പറഞ്ഞത് പാല് കേട്. ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടോ? ഈ മിൽമ പാല് വാങ്ങിച്ചാൽ കേടുവരില്ല എന്നുള്ളത് അനുഭവമുള്ളവർ എത്ര പേരുണ്ട്? ഉണ്ട്. സത്യമാണോ അത്? ഒരാഴ്ച വരെ കേടുവരില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ. നമ്മുടെ സാധാരണ പാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ചിലപ്പം ഒരു സ്വഭാവത്തിനൊരു മാറ്റം വരും. നല്ല ശുദ്ധമായ പാല്. അപ്പോ ഇങ്ങനെ ഈ തരത്തിൽ മനുഷ്യന്റെ ആരോഗ്യത്തെക്കാൾ കാര്യം കച്ചവടത്തിൽ കണ്ണുവെച്ചു പോയി ഇവര്.